ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ രാത്രിയിൽ കർത്തൃ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹീത ദൈവദാസന്മാർ, വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ രാത്രി വേള ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് വർഗീസ്, മറ്റ് അനുഗ്രഹീതരായ എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർ, ഹല്ലേലൂയ, പ്രിയ പ്രവീൺ പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം വളരെ അനുഗ്രഹമായി നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ. ദൈവദാസന്മാരൊക്കെ നമ്മുടെ മധ്യയിൽ അയച്ച് അനുഗ്രഹീതമായ വാചനങ്ങളും ആലോചനകളും ദൈവശബ്ദങ്ങൾ ചില വിടുതലുകളൊക്കെ ദൈവസഭയിൽ അയച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രിയും ദൈവം നമ്മോട് സംസാരിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നാം പകല് കേട്ടതുപോലെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം മാത്രമല്ല, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ഹൃദയത്തിൽ ആത്മികമോ ഭൗതികമോ ഏത് വിഷയമായിരുന്നാലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ അതിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശത്രുവിന് മേൽ ജയം തരുന്ന ദൈവമാണ്, സൗഖ്യം തരുന്ന ദൈവമാണ്, സമാധാനം അയക്കുന്ന ദൈവമാണ്. ആ ദൈവം രാത്രി നമ്മുടെ മധ്യമുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. രാത്രി കർത്താവിൻ ദാസൻ തോമസ് വർഗീസ് നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. കർത്താവിൻ ദാസൻ സഭയുടെ അംഗം, അപ്പോൾ തന്നെ കഴക്കൂട്ടം സഭയുടെ ശുശ്രൂഷകൻ, പഞ്ചാബ് സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ്, പല നിലകളിൽ ഹല്ലേലൂയ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്റർ, പല നിലകളിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കുന്ന ദൈവദാസനാണ്. ഹല്ലേലൂയ. നാം എല്ലാവരും കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രിയിലും അല്ലെങ്കിൽ കർത്താവിനോട് സംസാരിക്കണം എന്നുള്ള വലിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കും. തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവസഭയിൽ എനിക്ക് കടന്നു വരുവാൻ കഴിഞ്ഞതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളാണ് നമുക്ക് ആശ്വാസവും വിടുതലുമായി തീർന്നിട്ടുള്ളത്. ചെറുതും വലുതുമായ ഉപവാസ പ്രാർത്ഥനകൾ നമ്മളെ ഇത്രത്തോളം കൊണ്ടെത്തിക്കുവാനിടയായി. ആരൊക്കെ പരമാർത്ഥതയോടെ വാസ്തവമായി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഇരുന്നിട്ടുണ്ടോ, വ്യക്തമായി അതിൻ്റെ മറുപടിയും ലഭിച്ചിട്ടുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ദൈവസഭയ്ക്ക് ഉദ്ധാരണം വരുത്തട്ടെ. ശാരീരിക ക്ഷീണം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദൈവം സൗഖ്യം കൊടുക്കട്ടെ. വിശേഷാൽ രോഗിഭാസുന്ന സൗഖ്യവും ബലവും ദൈവം കൊടുക്കട്ടെ. ഇന്ന് പകലും കഴക്കൂട്ട സഭയോടുള്ള ബന്ധത്തിൽ ഒരു മരണ ശുശ്രൂഷ, ഒരു അടക്ക ശുശ്രൂഷയൊക്കെ കഴിഞ്ഞാണ് കടന്നു വരുവാനിടയായത്. സഭയോടുള്ള ബന്ധത്തിൽ വളരെ ആക്റ്റീവായി നിന്നതായ ഒരു കുടുംബം, ആ സഹോദരി 55 വയസ്സേ ഉള്ളൂ. ക്യാൻസർ രോഗം വന്ന് പെട്ടെന്നാണ് അത് ഒരു മരണത്തിലേക്ക് കലാശിപ്പാനിടയാണ്. അത് സഭയിലുള്ള ദൈവമക്കൾക്ക് അതൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. എല്ലാത്തിനും വളരെ ആക്റ്റീവായി മുന്നിട്ടിറങ്ങിയതായ കർത്താവിൻ്റെ ദാസൻ. അതിലുപരി ആ കുടുംബത്തിന് തലമുറകളില്ലാതിരുന്നതിനാൽ ഒരു പെൺപൈതലിനെ എടുത്ത് വളർത്തുകയായിരുന്നു. ആ കുഞ്ഞൊന്നും അറിയാതെ അവിടെ ഓടിച്ചാടി കളിച്ച് നടക്കുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ആ കുടുംബത്തോടുള്ള ബന്ധത്തിലുണ്ട്. വൈകുന്നേരം വരെയും ആ കുടുംബത്തിലായിരുന്നു. അവിടുന്നാണ് ഇങ്ങോട്ട് വരുവാൻ തക്കവണ്ണം ഇടയായത്. വല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് ഓരോരുത്തരിലേക്ക് കടന്നു വരുന്നത്. ഞാനിത് ഓർമ്മിക്കാൻ തക്കവണ്ണം കാരണം, ഒരു സാധാരണ നിലയിലുള്ള ഒരു ആത്മീയ ജീവിതം കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഏതിനെങ്കിലും കണ്ട് ഭയപ്പെട്ട് അറച്ചു നിൽക്കുവാനല്ല. നാം ഏറ്റവും കൂടുതൽ രക്തം പുരട്ടിയ കട്ടളക്കാലിൽ നിന്ന് ചിലതെല്ലാം ഒഴിഞ്ഞു പോയതുപോലെ പിശാച് അഴിച്ചുവിടുന്നതായ പലതരത്തിലുള്ള ബാധകളും അതിൻ്റെ അനന്തരഫലങ്ങളും ഒഴിഞ്ഞു പോകണമെങ്കിൽ
വ്യക്തികളാകുന്ന, കുടുംബങ്ങളാകുന്ന നമ്മളിൽ യേശുവിൻ്റെ രക്തം വ്യക്തമായി പുരട്ടിയിരിക്കണം. അഭിഷേകത്തിൽ തട്ടി ചിലത് മാറിപ്പോകുവാനിടയാകണം. ഒരു പെന്തക്കോസ്ത് സഭയുടെ അംഗമായതുകൊണ്ടോ, ഒരു സാധാരണ രീതിയിലുള്ള ആരാധന കൊണ്ടോ, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതുകൊണ്ടോ ഒന്നും ഗ്രഹിക്കാമെന്നുള്ളതല്ലാതെ ആഴത്തിലിറങ്ങി ചിലതിനെ തട്ടി മാറ്റണമെങ്കിൽ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞേ മതിയാകത്തുള്ളൂ. ആത്മബലത്തിൽ പുതുകിയേ മതിയാകത്തുള്ളൂ. നാം വായിക്കുന്നത് എന്താണ്? അഭിഷേകത്തിൻ്റെ പുഷ്ടിയാലാണ് ഈ മുഖം തകരുന്നത്. എല്ലാവരും ഈ ഉപവാസ ദിനങ്ങളിൽ ആ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഈ നാളുകളിലൊക്കെ കർത്താവിനെ ഇന്നത്തെ സന്ദേശം അതല്ല, എങ്കിലും ചിന്തിപ്പിച്ചതായ ഒരു വിഷയം, ദൈവസഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണം. ഒരു വിഷയം നാം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മഹത്വം വെളിപ്പെടുമ്പോൾ അതിൻ്റെ റേഞ്ച് വേറൊരു നിലവാരത്തിലാണ് പോകുന്നത്. സ്തോത്രം. നമുക്കറിയാം, ലാസറിന്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ടതായ ലാസറിനെ മടക്കിക്കൊണ്ടുവരുന്നതിന് ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടേണ്ടി വന്നു. എന്നാൽ ഇവരുടെ ആവശ്യം അംഗീകരിച്ച് കർത്താവ് പ്രാർത്ഥിപ്പാൻ ചെന്നിരുന്നുവെങ്കിൽ സഹോദരിമാർ മാത്രമായി ഒരു പ്രാർത്ഥന അവസാനിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമോ, അതോ ഉടനടി എൻ്റെ സഹോദരന് ഒരു സൗഖ്യം വേണോ? നമ്മൾ ആദ്യം പറയും, രണ്ടാമത് പറഞ്ഞ വിഷയത്തെ പറ്റിയൊന്നും ഒരു പിടുത്തവുമില്ല, എൻ്റെ സഹോദരന് സൗഖ്യം അല്ലേ. എന്നാൽ ദൈവത്തിന് ഇങ്ങനെയും ചില പദ്ധതികളുണ്ട്. അതിന് ചിലരെ അവൻ ഭാഗവാക്കാക്കുന്നു. സഭയിലെ, ദേശത്തെ, അവൻ്റെ ഹൃദയത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നതിന് അവൻ ചിലരെ അതിൻ്റെ പാർട്ട്നേഴ്സ് ആക്കുന്നു. സ്തോത്രം. അവർക്ക് ചില കഷ്ടതകളും ആഴങ്ങളും വളരെ അധികമായിരിക്കും. സറാഫുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. യെശയ്യാപ്രവചനം നമ്മൾ എടുത്തു നോക്കിയാൽ വായിക്കേണ്ട, യെശയ്യാപ്രവചനത്തിൽ 5-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അതിൽ കാണുന്നത് മഹത്വം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശുദ്ധിയില്ലാത്ത അധരത്തെ പറ്റിയുള്ളതായ, അധരത്തെ ശുദ്ധീകരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. ഒന്നാമത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ, ഒരു പാപബോധം ഉണ്ടാകുന്നു. പശ്ചാത്താപം വന്നപ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ ഞാൻ ആരെ അയക്കേണ്ടു എന്നുള്ള ചോദ്യത്തിന് അടിയൻ പോകാം. കണ്ടോ? നഷ്ടപ്പെട്ട യഹൂദാജനത്തെ മടക്കിക്കൊണ്ടുവരുന്നതിനാണ് അവിടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത്. കാരാഗൃഹത്തിൽ പൗലോസും ശീലാസും ആരാധിക്കുമ്പോൾ അവർ മനസ്സിൽ പോലും കണ്ടതല്ല, ഞങ്ങളെ ഉപദ്രവിച്ചവർ, കുറ്റം ചെയ്തു കിടക്കുന്നവരുടെ കാരാഗ്രഹവാതിലുകൾ തുറക്കണമെന്ന് ആഗ്രഹിക്കുമോ? കുറ്റം ചെയ്തു കിടക്കുന്ന കൂടെയുള്ള കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നുവെന്നും ഉപദ്രവിച്ചവർ സ്നാനപ്പെട്ടുവെന്നും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ എവിടെ പോയി? സ്തോത്രം. ചില പ്രത്യേക വിഷയങ്ങളിൽ ഒതുങ്ങി പ്രാർത്ഥനകളും ആരാധനകളും സഭയ്ക്കകത്തെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമ്പോൾ അതെല്ലാം അതിനപ്പുറത്തേക്ക് പോകുവാൻ 99 സന്തോഷം വലിയ സന്തോഷമാണ്. എന്നാൽ സ്വർഗം നഷ്ടപ്പെട്ട ഒന്നിനെ തേടി പോകുമ്പോൾ, അത് തിരിച്ചു വരുമ്പോഴുള്ള സന്തോഷം സ്വർഗത്തിൽ വളരെ അധികമാണ്. ഇന്ന് ആത്മീയ ഗോളം എടുത്ത 99 എണ്ണം പുറത്തും 1 എണ്ണം അകത്തും. മനസ്സിലാകുന്ന പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അന്ത്യ നാളുകൾ ആയിരിക്കയാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് ഇറങ്ങണമേ. ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് ഇറങ്ങണമേ.
എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത് നാം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ മനസ്സിൽ വരാത്ത, പ്രാർത്ഥിക്കാത്ത അതിൻ്റെ വിടുതലിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് അത് മാറുവാനിടയാണ്. കർത്താവ് ഈ ദിവസങ്ങൾ അതിനായി സഹായിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ വല്ലാത്ത രോഗങ്ങളാൽ, ഒന്നിലധികം രോഗങ്ങളാൽ പലരും ഭാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് രോഗങ്ങൾക്ക് കുറവുണ്ടോ? അതുമില്ല. അത് ഈ വിഷയമാണ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ശക്തമായ അഭിഷേകം, ആത്മാവിൻ്റെ പകർച്ച ഒരു പൊത്തുവരുത്ത രീതിയിൽ ആരാധിച്ച് നിർത്തുവാനല്ല, ദൈവത്തിൻ്റെ അഭിഷേകം ശക്തിയോടെ ഇറങ്ങിയേ മതിയാകത്തു. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. അവൻ വീണ്ടും സോരിന്റെ അതിർവിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിന്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ മേൽ കൈവയ്ക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവന്റെ നാവിനെ തൊട്ടു. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫത്ത എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടുമഴിഞ്ഞ് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോടും പറയരുതെന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലവും നന്നായി ചെയ്തു. ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. അവൻ സകലതും നന്നായി ചെയ്തു. പക്ഷെ മുകളിലത്തെ ഭാഗം വായിച്ചു നോക്കിയാൽ അവൻ നന്നായി ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നും. ആമേൻ. 31-ാം വാക്യത്തിൽ സോരിന്റെ അതിര് സീദോൻ വഴി ദെക്കപ്പൊലി ദേശം ഗലീല കടൽപ്പുറം, ഏകദേശം 4 സ്ഥലങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഏകദേശം 8 മാസം തുടർച്ചയായി നടക്കാനുള്ള ദൂരം ഇതിനകത്തുണ്ട്. ഇത്രയും ദൂരം നടന്നു വന്നത് ചില കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ വായിച്ചു, ഈ ചെകിടനെ വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഏകദേശം 7 കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു. അവന്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി, അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി, നെടുവീർപ്പിട്ടു, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. കർത്താവേ, ഈ 6-7 കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരു കാര്യമേ പറഞ്ഞില്ല. നീ അവനെ അവന്റെ മേൽ ഒന്ന് കൈവച്ചാൽ മതി. നമ്മൾ വിചാരിക്കുന്ന പോലല്ല കർത്താവിൻ്റെ പ്രവൃത്തികൾ, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അവനെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ്റെ മക്കളാകുന്ന നമുക്ക് അവനോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവൻ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയണം. ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് കുറേ ആവശ്യങ്ങൾ ചോദിക്കുകയും തരികയും അനുഭവിക്കുകയും ചെയ്യുന്നതല്ല. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന, ക്രിസ്തുവിനോട് ആരാധിക്കുന്ന അവൻ്റെ മക്കൾക്ക് അവൻ്റേതായ ഒരു പെർഫെക്ഷനും അവർക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കും. ആ പെർഫെക്ഷൻ കുടുംബത്തിലുണ്ടാകണം. പല സഭകളോടുള്ള ബന്ധത്തിൽ എനിക്കറിയാം, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് പേരോ സഭയോ എടുത്തു പറയുന്നില്ല. വരുന്നു, ആരാധിക്കുന്നു, പോകുന്നല്ലാതെ പല കുടുംബങ്ങളും ഡിവേഴ്സ് എന്നുള്ള പേര് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. 2 തട്ടിൽ നിൽക്കുന്ന എത്രയോ കുടുംബങ്ങൾ. അതൊന്നാകുമ്പോൾ അടുത്തത് ഭാര്യാഭർത്താവെന്ന് പേരുണ്ട്, പക്ഷെ ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. സ്തോത്രം.
ചിലരുടെ വിദ്യാഭ്യാസ മണ്ഡലം തകർന്നു കിടക്കുകയാണ്. ചിലരുടെ കുടുംബജീവിതം തകർന്നു കിടക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. ഇന്ന് നോക്കുക, ലോകത്തിൽ, ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ക്രിസ്തീയമായ കാര്യം എപ്പോഴും ഒരു പടി മുകളിലാണ് നിൽക്കുന്നത്. ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനെ എടുത്തു നോക്കിക്കേ, ക്രിസ്ത്യൻ കോളേജുകൾ, ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകൾ, ഇവർക്കുള്ളതായ ഒരു ക്രെഡിബിലിറ്റി വേറെ ആർക്കുമില്ല, വേറെ ഒന്നിനുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തീയ ഭവനങ്ങൾക്ക് ഈ ഉപവാസ ദിനത്തിൽ ചിന്തിക്കുക, എൻ്റെ ഭവനം, എൻ്റെ കാര്യം ശേഷം മനുഷ്യരെ പോലെയാണോ? ഇതിനെല്ലാം ഒന്നു മാത്രം മതി, നല്ലൊരു ആഗ്രഹം ഉള്ളിലുണ്ടാകണം. ഒന്നാമത്. രണ്ടാമത്, അത് ദൈവത്തോട് ചോദിപ്പാനുള്ള ഒരു പ്രാർത്ഥന സ്വഭാവവും നമുക്കുണ്ടാകണം. കർത്താവേ, ഇത് പോരാ, ഇത് പോരാ. അത്യാർത്തി കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ അല്ല, ഇതങ്ങനെയല്ല വരേണ്ടത്. അതിൻ്റെ പൂർണ്ണത ഉണ്ടാകണം. ഇടിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ കണ്ട് നീ മാറിപ്പോകരുത്. സ്തോത്രം. പ്രാർത്ഥിച്ച് ഇളകിക്കിടക്കുന്ന കല്ലുകളെ ചേർത്ത് വയ്ക്കുവാൻ കഴിയണം. രക്തം ജയം. ഹല്ലേലൂയ. ഇളകിക്കിടക്കുന്ന കല്ലുകളുള്ള യാഗപീഠത്തിന്റെ അകത്ത് ഒരിക്കലും ഒരു തീ പകരത്തില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കണം, ഇവിടെ ഏലിയാവിന് കൊടുത്ത ശുശ്രൂഷ പരാജയപ്പെട്ടാൽ ചുറ്റും നിൽക്കുന്ന ഒരുപാടെണ്ണമുണ്ട്. ഞങ്ങളുടെ ശുശ്രൂഷ ഏലിയാവ് കണ്ടതാണ്, ഇനി നിന്റെ ശുശ്രൂഷ ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഇവിടെ പരാജയപ്പെട്ടാൽ അപ്പൊ എത്ര ടെൻഷനാണല്ലേ. ബാലിന്റെ പ്രവാചകന്മാർ നോക്കി നിൽക്കുകയാണ്. അനേകർ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശത്രു ജയമെടുക്കാതിരിക്കട്ടെ, ദുഷ്ടൻ ജയമെടുക്കാതിരിക്കട്ടെ. എന്തു ചെയ്യണം? ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനയ്ക്കോ ഉപവാസത്തിനോ വലിയൊരു ആത്മീയ പ്രവർത്തനത്തിനോ മുന്നേ ഇളകിക്കിടക്കുന്ന കല്ലുകൾ, ഏറ്റവും പ്രധാനമാണ് ഐക്യത എന്ന് പറയുന്നത്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഒരു പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ്, നമുക്ക് ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചു തുടങ്ങാം എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഒരു മീറ്റിങ്ങിന്റെ തുടക്കം ഓപ്പണിംഗ് പ്രെയറാണ്. അതിനു മുമ്പൊന്നുമില്ല. അതിനു മുമ്പ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഓപ്പണിംഗ് പ്രെയറിന് മുമ്പ് പരസ്പരം വന്നിരിക്കുന്നവർക്ക് ഒരു സ്നേഹമില്ല എങ്കിൽ, ഒരു ഐക്യതയില്ല എങ്കിൽ, ആ മീറ്റിംഗ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യേശുവിന്റെ നാമത്തിൽ എത്ര ഓസിച്ചാൽ പരസ്പരം കൂടെയുള്ളവരോട് ഹൃദയം തുറന്ന് കൈകൊടുക്കാനോ സംസാരിക്കാനോ കഴിയാത്ത വിഘടിച്ച ഒരു അനുഭവമാണെങ്കിൽ ദൈവാത്മ ഒരിക്കലും ഇറങ്ങി പ്രവർത്തിക്കത്തില്ല. ഇത് വരാതിരിക്കാൻ ഈ നാളുകളിൽ എനിക്ക് തന്നെ തോന്നിയതല്ല, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എന്നോട് പറഞ്ഞു. സഹോദരൻ, ആ നിലയിൽ പ്രത്യേക സമയം വേർതിരിച്ച് ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. ഇതാണ് പ്രധാന വിഷയം. ഇതുണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉള്ളൂ. ഒരൈക്യത ഉണ്ടാകണം. കയ്പിൻ്റെ വേര് മുളയ്ക്കരുത്. എന്താ കയ്പിൻ്റെ വേരെന്ന് പറയുന്നത്? മണ്ണിനടിയിൽ മുളയ്ക്കുന്ന ഒരു കയ്പിൻ്റെ വേര് പുറത്തറിയാൻ കഴിയത്തില്ല. അത് പുറത്ത് കായും ഫലവുമായി വളർന്നു വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അറിയാതെ, നമ്മൾ നേരിട്ടറിയാതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ചില കയ്പുകൾ, ചില പിണക്കങ്ങൾ, ചില പകകൾ, ചില വിദ്വേഷങ്ങൾ, ഇതൊക്കെ ആത്മീയ പ്രവർത്തനത്തിന് തടസ്സമാണ്. പിശാച് കയറി കള വിതച്ച് ചെറിയ വിഷയമായിട്ട് കാണരുത്. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, ആരാധനകൾ വ്യർത്ഥമായി പോകാതിരിപ്പാൻ. ആമേൻ. പൗലോസ് പറയുന്നു, എൻ്റെ മേൽ പകർന്ന ദൈവകൃപ വ്യർത്ഥമായി പോകാതിരിപ്പാൻ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. കെട്ടിയടച്ച തോട്ടമാണ് സഭ.
ശ്രദ്ധിക്കുക, അവൻ രക്ഷിക്കപ്പെട്ടവരെ ദിനംതോറും സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ സഭയിൽ അപ്പോയിന്റ്മെന്റ് തരുന്നത് ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. രജിസ്റ്ററിൽ പാസ്റ്റർ എഴുതുന്നതേ ഉള്ളൂ, എന്നാൽ ഒരു സഭയിൽ അപ്പോയിന്റ്മെന്റ് തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഒരു സഭയ്ക്കകത്ത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ സഭയുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് നന്മകൾ, ഒരുപാട് ശ്രേഷ്ഠതകൾക്ക് ഈ വ്യക്തി അർഹനാണ്. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. 10-35 കൊല്ലം ഞാൻ ജോലി ചെയ്തൊരു കമ്പനി. അവിടെ നല്ല എവിടെയാണെങ്കിലും ഡയറക്റ്റ് ആ ഒരു കമ്പനി ഒരു വ്യക്തിയെ അപ്പോയിൻമെന്റ് നടത്തുമ്പോൾ, അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ കമ്പനി കൊടുക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. എന്നാൽ അതേസമയം ഡയറക്റ്റ് അപ്പോയിൻമെന്റ് നടത്താതെ കോൺട്രാക്ടറായിട്ട് അവിടെ ജോലി ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അവരോട് ചോദിച്ചാൽ ആ കമ്പനിയുടെ പേരായിരിക്കും പറയുന്നത്, പക്ഷെ അന്നത്തെ ഒരു ശമ്പളം അല്ലാതെ അവർക്ക് വേറൊന്നും ലഭിക്കുകയില്ല. ദൈവസഭയിൽ വാസ്തവമായി കർത്താവ് ആക്കി വെച്ചിരിക്കുന്നവർക്ക് സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലം ചെയ്യുന്നതാണ്. അത് എടുത്ത് ദൈവാത്മാവ് പറയുമ്പോൾ മറന്നു പോകരുത്. ഒരു സഭ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ, അങ്ങനെയാണല്ലോ പത്രോസ് അകത്ത് കിടന്നപ്പോൾ ദൈവസഭ പ്രാർത്ഥിച്ചു. കാരാഗ്രഹത്തിനകത്ത് സഭയ്ക്കിറങ്ങാൻ കഴിഞ്ഞില്ല, എന്നാൽ സഭയുടെ പ്രാർത്ഥന കാരാഗ്രഹത്തിനകത്തിറങ്ങി. വൈഷമന അന്ധരച്ചര വീതാരകട ഷൗഡരഹസ്യര. ഓ ഹാലേലൂയ. തലമുറകളായിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞൊന്നും വരത്തില്ല. നമുക്കുള്ള ഒരു വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത്, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തലമുറയായിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ കൃപ അവിടെ പകരും. നിന്റെ തലമുറ ജോലി ചെയ്യുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ കൃപ അവിടെ പകരും. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവകാശം. അവൻ മറക്കരുത്. സഭയുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിടുതലാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ കർത്താവെല്ലാം നന്നായി ചെയ്യുന്ന ഒരുപാട് വേദവാക്യങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അവൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പല ഭാഗങ്ങളിൽ ഉൽപ്പത്തി 1-ന്റെ 12-ാം വാക്യം കൊടുത്തിരിക്കുന്നു. നല്ലത് എന്ന് കണ്ടു. ഉൽപ്പത്തി 1-ന്റെ 31-ൽ എത്രയും നല്ലത് എന്ന് കണ്ടു. ആമേൻ. മറ്റൊരു ഭാഗത്ത് സഭാപ്രസംഗി, അതൊന്ന് വായിച്ചോട്ടെ. സഭാപ്രസംഗി 3-ന്റെ 11-ാം വാക്യം. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ഇവിടെ ദൈവം മനുഷ്യന്റെ ഉള്ളിൽ നിത്യത വെച്ചിരിക്കുകയാണ്. ഇത് ഈ ലോകം മാത്രം, ലോകത്തിൻ്റെ വിഷയങ്ങൾ കൊണ്ട് മനുഷ്യൻ ഒരിക്കലും തൻ്റെ ഹൃദയത്തെ പൂർണ്ണമാക്കുവാൻ കഴിയത്തില്ല. ഏതെങ്കിലും വിജയം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സന്തോഷം കൊണ്ടോ കുറച്ച് ബ്ലാങ്ക് കിടക്കും. അത് ഞാൻ എൻ്റെ ജീവിതം തന്നെ ഓർക്കാറുണ്ട്. സഹോദരൻ, ഭയങ്കരമായ ശൂന്യത. പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് സഹോദരൻ. ആ ശൂന്യത മാറിയത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാവിലും സത്യത്തിലുമുള്ള പരിശുദ്ധാത്മ നിറവിലുള്ള ആരാധന വെളിപ്പെട്ടപ്പോഴാണ് ശേഷിച്ച ആ ശൂന്യത അങ്ങ് മാറിപ്പോയി. സ്തോത്രം. ഇവിടെ ആമേൻ, അവൻ സകലതും അതിൻ്റെ സമയത്ത് ഭംഗിയായി നന്നായി ചെയ്തു. അവൻ നന്നായി ചെയ്ത ഒരു കാര്യമാണ് ഹൃദയത്തിൽ നിത്യത വെച്ചിരിക്കുന്നു എന്നുള്ളത്. സ്തോത്രം. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശരിക്കുമുള്ള ഒരു എൻഡെന്ന് പറയുന്നത് നിത്യതയെ പറ്റിയുള്ള ചിന്തയും നിത്യതയെ പറ്റിയുള്ള ഒരുക്കവും തയ്യാറെടുപ്പും ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എൻഡ് അത് ഫുള്ളായി കറക്റ്റാകുന്നു. ആരുടെയെങ്കിലും ജീവിതത്തിൽ അതിനൊരു തയ്യാറെടുപ്പില്ലാതെ, ഒരുക്കമില്ലാതെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എടുക്കണ്ട, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 42 അധ്യായങ്ങളിൽ ഇയ്യോബിനോട് 3 സ്നേഹിതന്മാർ
ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ വിഷമിപ്പിക്കുമ്പോൾ ഇയ്യോബ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. ആമേൻ. നിനക്കത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം നിനക്കറിയാമോ? അത് നീ ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഇയ്യോബ് പറഞ്ഞതാണ് ഇയ്യോബിന്റെ സുവിശേഷം. ഇയ്യോബ് പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാവരും മരണത്തിനു ശേഷം ചെന്നെത്തുന്ന വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടാ. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടാ. അവന് സകലതും സാധ്യമെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടാ. പിന്നെ എന്തറിഞ്ഞിട്ടാണ് കാര്യം? ഇന്ന് എവിടെ പോകാനുള്ള വഴി അറിയാം. ഒരു ലൊക്കേഷൻ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എവിടെയും പോകാം. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ എത്തേണ്ടുന്ന വീട്ടിലേക്ക് പോകാനുള്ള വഴി നമുക്കറിഞ്ഞുകൂടാ എങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് അറിയുന്നത്? സ്തോത്രം, ഇതെങ്ങനെയാണ് അറിയുന്നത്? സഭയിൽ ഞാൻ നിരന്തരം ഓർപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതൊരു വലിയ വിഷയമാകട്ടെ, ഇതൊരു വലിയ വിഷയമാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നിരന്തരമായി ഞാൻ ഉപേക്ഷിക്കപ്പെടരുതേ കർത്താവേ, എന്നെ കൈവിടരുതേ കർത്താവേ, എന്നെ ഒരുക്കിക്കൊള്ളണമേ കർത്താവേ എന്നുള്ള നിഷ്കളങ്കമായ പ്രാർത്ഥന ഈ ഭൂമിയിൽ ഇവിടുന്ന് പോകുന്നത് വരെയും കഷ്ടത കൂടപ്പുറപ്പാണ്. മറക്കരുത്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗം ഒരുക്കിക്കൊണ്ടേയിരിക്കും. സ്തോത്രം, സ്തോത്രം. പെട്ടെന്നുള്ളൊരു പ്രാർത്ഥനയല്ല, പെട്ടെന്നുള്ളൊരു ഒരുക്കമല്ല. ദാനിയേലിന്റെ പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എങ്ങനെ? ഒരു സിംഹത്തിന്റെ കൂടൊരുങ്ങിയപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങിയതല്ല. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, മുമ്പേ പ്രാർത്ഥിച്ചു വന്നതുപോലെ അതുപോലെ ഒരു പ്രാർത്ഥന വീണ്ടും പ്രാർത്ഥിച്ചു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. നമുക്ക് അറിഞ്ഞുകൂടാത്ത വിഷയം അങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ മനസ്സിൽ വരാത്തൊരു വിഷയം അങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ അത് നാം മുന്നമേ പ്രാർത്ഥിച്ചു തുടങ്ങണം. നിത്യതയെ പറ്റി അറിയാം, നമുക്ക് എന്നും പ്രാർത്ഥിക്കാൻ കഴിയും. തലമുറകളെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കാൻ കഴിയും. പ്രത്യേക വിവാഹ വിഷയത്തെ ഓർത്ത് എന്നും പ്രാർത്ഥിപ്പാൻ കഴിയും. മറ്റേത് കാര്യവും തിരഞ്ഞെടുത്താൽ ഒന്ന് മാറ്റിമറിക്കാം, വീണ്ടും ചിന്തിക്കാം. ആകാത്തൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ആകാത്തൊരു ഭവനത്തിലാണ് ചെന്ന് കയറുന്നതെങ്കിൽ മറ്റൊന്ന് ചിന്തിപ്പാൻ കഴിയത്തില്ല. കുടുംബം രണ്ടും രണ്ടായി പോകും. എത്രമാത്രം അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ പറ്റും? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഓർത്തുകൊള്ളണം, വളരെയധികമായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് കള്ളങ്ങളും ചതികളും വക്രതകളും ആത്മീയഗോളത്തിനകത്ത് വരെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഓടി നടന്നു വരും. അവസാനം മരണത്തിന് മുമ്പും ഹോസ്പിറ്റലിലൊക്കെ വളരെ ക്ഷീണിതയായി കാണുമ്പോഴും ഞാൻ സഭയിൽ വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ളൊരു പ്രത്യാശ അറിയിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം, ദൈവം വിളിച്ചു, ഉറപ്പാണ് അവർ നിത്യതയിൽ പ്രവേശിച്ചു എന്നുള്ളത്. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഉള്ളിലൊരു നിത്യത വെച്ചിട്ടുണ്ട്, അത് നന്നായി ദൈവം ചെയ്തിരിക്കുന്നു. മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാം. ഇവിടെ കർത്താവ് 7 വിഷയങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ്? ഒന്ന്, വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. തിക്കിലും തിരക്കിലും ഇടയിൽ നിന്ന് വേറിട്ട് മാറ്റി കൊണ്ടുപോയി ശാന്തമായി അവനോട് ഇടപെടുന്നതായ ഒരു പ്രവൃത്തി. സ്തോത്രം. കരീരത്തോട് നെരി ഒളിച്ചിരിക്കുക, അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. എത്ര പ്രാർത്ഥനയുണ്ടെങ്കിലും എത്ര കൂട്ടായ്മയുണ്ടെങ്കിലും നമ്മൾ കർത്താവുമായി വേറിട്ട് സമയം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ചെലവഴിക്കുമ്പോൾ വ്യക്തിപരമായി നിന്നോട് ഇടപെടേണ്ടതായ ദൈവികാലോചന അവൻ നിന്നോട് അറിയിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ കിടക്കാമുള്ളൂ കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര മീറ്റിങ്ങിൽ പോയാലും നാം മാത്രം കർത്താവുമായി ഒന്ന് സമീപിച്ച് എല്ലാവരും അതുപോലെ ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
വർഷങ്ങളായി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, പാസ്റ്റർ എന്നൊരു പേപ്പറോ ലേബലോ വരുന്നത് കൊണ്ട് മാത്രമല്ല ദൈവിക ശുശ്രൂഷ. ദൈവത്തിനു വേണ്ടി ദൈവമക്കൾ ഫലം കായ്ക്കുവാനിടയാകണം. ദൈവത്തിന് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ കിട്ടുന്ന സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അത് ദൈവത്തോട് നമുക്കുള്ളൊരു കടപ്പാടാണ് സഹോദരൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്കൊരു ട്രാക്ട് കൊടുക്കുക, ചിലയിടത്ത് പോവുക, ഭവനങ്ങൾ സന്ദർശിക്കുക, എവിടെ പോയാലും ഒരു 10 ട്രാക്ട് കരങ്ങളിലിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇതൊക്കെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആരൊക്കെയോ പ്രാർത്ഥിച്ച് ആരൊക്കെയോ പിന്നാലെ നടന്നാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധി വന്നതല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കൊരു കടപ്പാടില്ലേ ചില ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത്? അവന്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി, അവന്റെ നാവിനെ തൊട്ടു. ഇതൊക്കെ ഒരു അരോചകമായ കാര്യമാണ്. മറ്റൊരാൾ ചെവിയിൽ കൈയിടുമ്പോൾ, വിരലിടുമ്പോൾ, മറ്റൊരാൾ നാക്കിൽ തൊടുമ്പോൾ, അല്ലേ? പക്ഷെ അതെല്ലാം അരോചകമായിരുന്നുവെങ്കിലും അതൊക്കെ പിന്നത്തേതിൽ അവനൊരു സൗഖ്യത്തിന് കാരണമായിട്ട് തീർന്നു. അവൻ ആദ്യം സംസാരിച്ചത് കർത്താവിനോടുകൂടെ ആയിരിക്കും, കർത്താവിന്റെ ശബ്ദമായിരിക്കും അവൻ കേട്ടത്. അവന്റെ നാവിൽ കർത്താവ് തൊട്ടു. നമ്മുടെ നാവിൽ കർത്താവ് തൊടണം കേട്ടോ. ശിഷ്യന്മാരുടെ നാവ് പോലെ ആക്കി തീർക്കണം. ഓ യെശയ്യാവ് പറഞ്ഞു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ളൊരു മനുഷ്യൻ. അത്രേ പറഞ്ഞുള്ളൂ. സാറാഫിൽ ഒരുത്തൻ കുടിലുകൊണ്ട് ആ കനലുകൊണ്ട് അവൻ്റെ നാവിന്മേൽ തൊട്ടു. വളരെ സെൻസിറ്റീവാണ്. അവിടെ കനലുകൊണ്ട് തൊട്ടാൽ അതിവേദനയാണ്. പക്ഷേ യെശയ്യാവിന് അതിനേക്കാൾ വേദന, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരമുള്ളൊരു മനുഷ്യൻ എന്നുള്ളതായിരുന്നു അവൻ്റെ വേദന. അതിൻ്റെ പിന്നിലുള്ള അധ്യായത്തിൽ അവന് കാര്യം മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പോൾ, നാവിൽ കനലുകൊണ്ട് തൊട്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ശുശ്രൂഷയ്ക്ക് മാറ്റം വന്നു. പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, ആരാധിക്കുന്ന ദൈവവൈതലെ, ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ നാവിൽ കർത്താവെന്ന് തൊടട്ട്. ഒരഭിഷേകത്തിന്റെ പ്രാർത്ഥന തരട്ട്, ഒരഭിഷേകത്തിന്റെ പാട്ട് ദൈവം തരട്ട്. ഇതുകൊണ്ട് നടക്കുന്നത് എന്തെന്നറിയാമോ? വലിയ വലിയ കർണരസമാകുമാറ് സാഹിത്യം ചേർത്ത് പ്രസംഗങ്ങൾ തട്ടിവിടുമ്പോൾ കാതിന് രസമൊന്നേ ഉള്ളൂ, അവിടെ വേറൊന്നുമില്ല. എന്നാൽ നാവിലൊരു അഭിഷേകം വേണ്ട ഒരു വ്യക്തി, ഒരൊറ്റ പ്രാർത്ഥന അത് എവിടെയെങ്കിലുമൊക്കെ കൊള്ളും. അതെവിടെയെങ്കിലുമൊക്കെ കൊള്ളും. പ്രസംഗിക്കണ്ട, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഏത് വിഷയമാണോ അതിനകത്തൊരു ദൈവം ഒരു വെളിപ്പാട് തരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒരു ജൽപ്പനം പോലെ മനോഹരമായ വാക്യങ്ങൾ ചേർത്ത് നല്ല പ്രാർത്ഥന എന്നുള്ള കയ്യടിയല്ല, അതിലുപരി നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവസഭയിൽ ചിലർക്ക് വിടുതലായിട്ട് മാറണം. ഓ ഹല്ലേലൂയ. നിന്റെ ശുശ്രൂഷയിൽ ചിലർക്ക് ചില വിടുതലുകൾ ഉണ്ടാകണം. മനോഹാരിത പറയുന്നതിൽ കാര്യമില്ല. സ്തോത്രം. ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് ആ നിലയിൽ നാവിനെ മാറ്റിത്തരും. രക്തം ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ആമേൻ, അവന്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. ഈ വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ യഫദ, വി ഓപ്പൺ, തുറക്കുക എന്നുള്ളത് ഇതേ അർത്ഥം വരുന്ന വേദഭാഗങ്ങൾ പിന്നിലുണ്ട്. പക്ഷെ ഇവിടെ മാത്രമാണ് യഫദ എന്ന് നേരിട്ട് പ്രയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗം. ഇതൊരു അരാമ്യ വേടാണ്. അവൻ യഫദ എന്ന് പറഞ്ഞപ്പോ അവന്റെ ചെവിയും അവന്റെ നാവിന്മേലുള്ള കെട്ട് അഴിയുവാനിടയാണ്. ഇന്ന് രാത്രി ചില വചനങ്ങളും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ, യേശുവിൻ നാമത്തിൽ ശത്രു അടച്ചു വെച്ചത് ഇന്ന് രാത്രി തുറന്നു വരട്ടെ. ശത്രു അടച്ചു വെച്ച ഭാവി കർത്താവ് ഇന്ന് രാത്രി തുറന്നു തരട്ടെ. ശത്രു അടച്ച് എന്തു വെച്ചിട്ടുണ്ടോ ഇന്ന് രാത്രി ദൈവാത്മാവ് അത് തുറക്കാൻ പോവുകയാണ്. ചിലത് പുറത്തു വരാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ വചനത്തിന് മുമ്പിൽ അത് തന്നെ ഇന്ന് രാത്രി സംഭവിക്കുമാറാകട്ടെ. വേഗം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 35-ന്റെ 5-6 വാക്യങ്ങൾ.
അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും. ഇതും യഫത എന്നുള്ള വാക്കാണ്. കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കില്ല. യെശയ്യാവ് 42:6. കുരുട്ടു കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഈ രണ്ട് പദമാണ്. കുരുട്ടു കണ്ണുകളെ തുറക്കുക, ചെകിടന്മാരുടെ ചെവി തുറന്നു വരിക. ഇത് രണ്ടും യഫത എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ കാണുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. നോക്കുക, ക്ലെയോപ്പാവും ഭാര്യയും പുനരുത്ഥാനത്തിനു ശേഷം തർക്കിച്ചും വാദിച്ചും കൊണ്ടാണ് നടന്നു നീങ്ങുന്നത്. കർത്താവിനെ പറ്റി എല്ലാം അറിയാം, പക്ഷെ വാടിയ മുഖത്തോടാണ് നടക്കുന്നത്. യേശു അവരോട് ചേർന്ന് നടന്നു. അവരുടെ കണ്ണുകളെ യേശു നിരോധിച്ചിരുന്നു. അവരുമായി സംസാരിക്കുന്നു. അവർ യേശുവിനെ ചോദ്യം ചെയ്യുന്നു, നീ ഒരുത്തൻ മാത്രം ഇതൊന്നും അറിയുന്നില്ലേ? അപ്പോൾ പഴയ നിയമ ഭക്തന്മാർ മുതൽ പുതിയ നിയമം വരെയുള്ള കാര്യങ്ങൾ കർത്താവ് അവരെ പഠിപ്പിക്കുവാനിടയായി. അവർ ഭവനത്തോടടുത്തപ്പോൾ യേശു മുമ്പോട്ട് പോയി. ഇവർ യേശുവിനെ നിർബന്ധിച്ചു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. സാധാരണ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവരാണ് അപ്പമെടുത്ത് വാഴ്ത്തി കൊടുക്കേണ്ടത്. ഇവൻ തന്നെ അപ്പമെടുക്കുന്നു. മറ്റുള്ളവരൊന്നും മിണ്ടുന്നില്ല. അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുന്നു. അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. ഇതൊരു യഫതയാണ്. കാര്യങ്ങളൊക്കെ അറിയാം, ശരിയായ ഒരു വചനത്തിന്റെ ആഴത്തിലേക്ക് ഇന്നും വരെ ഇറങ്ങിയിട്ടില്ല. ഒരു ചൈതന്യം വന്നിട്ടില്ല. ആ കണ്ണിന്ന് രാത്രി ഒന്ന് തുറക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അവരവിടെ പറയുകയാണ്, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇതൊരു പുനരുത്ഥാനമാണ് കേട്ടോ. യേശുവിൻ്റെ യഥാർത്ഥമായ പുനരുത്ഥാനം അറിയുന്നത് വരെ അത് നമ്മുടെ പുനരുത്ഥാനം, നമ്മുടെ ഉയർപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയുന്നത് വരെ യഥാർത്ഥമായി അത് അറിയാതിരിക്കുമ്പോൾ ഒരു വാടിയ മുഖമാണ്. അവിടെ ഒരു കംപ്ലീഷൻ വരുന്നില്ല. എന്നാൽ യഥാർത്ഥമായി യേശു അത് വ്യക്തമാക്കി കൊടുത്തപ്പോഴാണ് അവിടെ ഒരു ചൈതന്യം വരുവാനിടയായത്. അതാണ് ഞാൻ നേരത്തെയും ഓർപ്പിച്ചത്. സ്തോത്രം. ഇവിടെയൊക്കെ അത് ഞാൻ പറഞ്ഞല്ലോ, ആരാ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അല്ലേ? ഇങ്ങനെയും പഠിപ്പിക്കുന്നല്ലോ. തർക്കിച്ചും വാദിച്ചും പോകുമ്പോൾ ആരോ ചോദിച്ചു, ഒരു സംശയമുണ്ട്, 2 ശിഷ്യന്മാരെന്നുണ്ട്, ക്ലെയോപ്പാവും വേറൊരു ശിഷ്യനെന്നുമുണ്ട്, ക്ലെയോപ്പാവും ഭാര്യയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഇതിൽ ആരാണ്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞ്, ഇങ്ങനെയാണ്, 2 പേരും തർക്കിച്ചും സംസാരിച്ചും വഴക്കിട്ടും കൊണ്ട് പോവുകയാണെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും തന്നെയായിരിക്കും. ആമേൻ. ന്യായമായ അവരുടെ താല്പര്യം, അവരുടെ സംശയം, അവരോട് ചേർന്ന് നടന്ന് അവരെ പഠിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. അവർ ശരിയായിട്ടുള്ള കാര്യം അറിയാത്തത് കൊണ്ട് അവർ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഒരു ഉൾ താല്പര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഉള്ളവരെ കർത്താവ് പഠിപ്പിക്കും കേട്ടോ. അങ്ങനെയല്ലേ അവിടെ വായിക്കുന്നത്? പഴയ നിയമത്തിൽ മുതൽ പുതിയ നിയമം വരെയുള്ള അതിൻ്റെ 19-ാം വാക്യത്തിലുണ്ട് പ്രവാചകനായിരുന്ന യേശുവിനെ കുറിച്ചുള്ളത്. ആമേൻ, ഹല്ലേലൂയ. സകലതും കർത്താവ് അവരെ പഠിപ്പിക്കുവാനിടയായി. ആഗ്രഹമുള്ളവരെ പഠിപ്പിക്കുന്ന ദൈവം, താല്പര്യമുള്ളവരെ പഠിപ്പിക്കുന്ന ദൈവം.
ആരാധനയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്വർഗീയ ആരാധന നിന്റെ ജീവിതത്തിൽ ദൈവം നഷ്ടപ്പെടുത്തത്തില്ല. നല്ലൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണം, നല്ല കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണം, നല്ല ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണം, നല്ല സന്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളണം. ഒരാത്മീയ വിരുന്നൊരുക്കുമ്പോൾ നിനക്ക് നഷ്ടപ്പെടത്തില്ല. ദൈവം അതിന്റെ നടുവിൽ നിന്നെ കൊണ്ടിരുത്തും. എന്നാൽ ചിലർക്ക് അത് നഷ്ടപ്പെടുന്നു, ചിലർക്ക് നല്ല ആത്മീയ വിരുന്നുകൾ നഷ്ടപ്പെടും. നാം പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. ആരുടെയെങ്കിലും നിർബന്ധത്താലോ ഇല്ലേ കൂട്ടായ്മകളിൽ വരുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നത് ആരുടെയെങ്കിലും നിർബന്ധത്താലാണ്. സ്തോത്രം. ആരുടെയെങ്കിലും നിർബന്ധത്താൽ ആരാധിച്ചില്ലെങ്കിൽ എന്ത് വിചാരിക്കും അല്ലേ? പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കാൻ കഴിയും. ഇനിപ്പോഴും പറയുന്ന കാര്യമാണ്, യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുക്കൽ നിന്ന കുറച്ചു പേർ, ദൂരത്ത് നിന്ന കുറച്ചു പേർ, ആൾക്കൂട്ടത്തിൽ നിന്ന കുറച്ചു പേർ, 3 കൂട്ടരാണ്. ക്രൂശിൻ്റെ അടുക്കൽ നിന്നത് യോഹന്നാനും അമ്മയും മറ്റു ചില സ്ത്രീകൾ. ക്രൂശിൻ്റെ അടുക്കൽ നിന്നതുകൊണ്ട് ആമേൻ നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കിടക്കുമെന്ന് ശിമ്യോൻ പറഞ്ഞു. ആ വാളിന്റെ അവസാനം ഹൃദയത്തിൽ കൂടെ കുത്തിയിറങ്ങുകയാണ്. ജനിച്ച സമയം മുതൽ മാത്രമല്ല, ജനിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വേദന അനുഭവിച്ച, വേദപുസ്തകത്തിലെ പ്രത്യേക പുതിയ നിയമത്തിലെ ഏറ്റവും കഷ്ടത അനുഭവിച്ച ഒരു സ്ത്രീയാണ് മറിയ. മറിയേ, നീ എന്തിനാണ് ഇത്രമാത്രം വ്യഥ അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, സ്വർഗീയമായ പദ്ധതിക്ക് ഞാൻ അതിനകത്തൊരു പാർട്ണറായി നിന്നുകൊണ്ട് അത് വേറൊരു ലെവലിൽ നിൽക്കുക കേട്ടോ. സ്തോത്രം. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. മറിയോട് പറയുന്നു, മറിയേ, ഇതാ നിന്റെ മകൻ. ക്രൂശിന്റെ അടുക്കൽ വന്നാൽ തകർന്ന ബന്ധങ്ങളെ ദൈവം ശരിയാക്കി തരും. ക്രൂശിന്റെ അടുക്കൽ വന്ന ഒരുപാട് കാര്യങ്ങൾ. ക്രൂശിന്റെ അടുക്കൽ കിടക്കുന്ന കള്ളൻ എന്തൊക്കെയോ പറയുന്നു, പറഞ്ഞു നമുക്കറിയാം. തിരിച്ച് കർത്താവ് പറയുന്നു, നീ എന്നോടുകൂടെ പ്രതീക്ഷിച്ചിരിക്കും. സെക്കൻഡ് കൊണ്ട് എന്തൊക്കെയോ നടക്കുക. ഏതെങ്കിലും തരത്തിൽ കളിയാക്കുവാൻ, നിന്ദിക്കുവാൻ അവനോടത്താണ് കൊണ്ടിട്ടേക്കുന്നത്. കള്ളന്റെ നടുവിൽ ഇട്ടിട്ട് അത്രമാത്രം അപമാനിക്കാനാണ് നടുക്ക് കൊണ്ടിട്ടേക്കുന്നത്. അവരപമാനത്തിന്റെ പദ്ധതിയുടെ ഒരു ശേഷിപ്പാവ്. അവരപമാനിക്കാൻ കൊണ്ടിട്ടിരിക്കുന്നവന്റെ ഒരാവശ്യം അംഗീകരിക്കണമോ? അവനോട് പറയുന്നു, നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഓ, രക്തം ജയം. ക്രൂശിനടുത്ത് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആരൊക്കെ ക്രൂശിനോട് അടുത്ത് വന്നിട്ടുണ്ടോ, ഇന്ന് രാത്രി ഉപവാസത്തിന്റെ അവസാന ദിനം നിന്നോട് തന്നെ ആമേനൊന്ന് ചോദിക്കണം, ഞാൻ ക്രൂശുമായി എത്ര മീറ്റർ അകലെയാണ്, അടുത്താണ്? വേദപുസ്തകത്തിലില്ല, ചരിത്രങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്. അതിനകത്ത് എത്രമാത്രം വാസ്തവമുണ്ടെന്ന് അറിയത്തില്ല. വിലാപ്പുറം കുത്തുവാൻ കടന്നു വന്ന പടയാളി അവനൊരു ഒറ്റക്കണ്ണനായിരുന്നു. അവൻ കർത്താവിൻ്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കീറി മുറിക്കുമ്പോൾ ബലിഷ്ഠരായവർ താഴേന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ കീറി മുറിഞ്ഞാ പോകുന്നത്. സ്വന്തം ഇവരുടെ പടയാളികൾ അത്രമാത്രം ശക്തിയുള്ളു. അങ്ങനെ കുത്തി കീറി പളർന്നു മാറ്റുമ്പോൾ അവിടെ നിന്ന് തെറിച്ചു വീണ രക്തത്തിൻ്റെ ഒരു തുള്ളി ഇവൻ്റെ കണ്ണിൽ വീണുവെന്നും ആ നിമിഷം അവൻ സൗഖ്യമായി എന്നും ചരിത്രങ്ങളിൽ പറയുന്നു. ഓ, കുത്താൻ വരുന്ന ശത്രുവിൻ്റെ കണ്ണുപോലും തുറപ്പിക്കുന്ന ഒരു രക്തം എവിടെ ഉണ്ടത്? എവിടെ കേൾക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഈ വിടുതലുകൾ ജാതികൾ നന്നായിട്ട് ആസ്വദിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശക്തമായ ന്യായവിധി വരും കേട്ടോ, ഒരു സംശയവും വേണ്ട. പഞ്ചാബിലൊക്കെ ചെല്ലുമ്പോൾ അറിയാൻ കഴിയും, ശരിക്കും ഒരു ആരാധന ഹോളില്ല, കൊടും തണുപ്പാണ്. ഇടം വലം നോക്കാതെ, സമയം നോക്കാതെ അവർ ദൈവത്തെ ശക്തമായി ആരാധിക്കുന്നു. അവിടെ പകരുന്ന ദൈവകൃപയുടെ ഒരംശം നമ്മുടെ കൂട്ടായ്മകളിൽ പകരപ്പെടുന്നില്ല. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആരൊക്കെ വചനം പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഒരു അതിരിട്ടിലുണ്ട്, അതിനപ്പുറത്തോട്ട് പോകത്തില്ല.
എന്നാൽ ഒരു കാര്യം മറക്കരുത്, അതിലും കവിഞ്ഞ് നിന്നെ കൊണ്ടുവരുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. നാം വളരെ സേഫ് സോണിലാണ് ഇരിക്കുന്നത്. ഇവിടെ തന്നെ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല, വളരെ സേഫ് സോണിൽ നിന്നാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഉപവാസത്തിന് ഉപവാസം, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന, സ്വസ്ഥമായി ഇരിപ്പാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആരാധനയൊക്കെ അന്യപ്പെട്ടു പോയോ എന്നൊരു സംശയം. ഇതൊക്കെ വ്യക്തിപരമായി കർത്താവിന് കൊടുക്കേണ്ടി വരും. കടന്നു വരുന്നവർ 100 കണക്കിനാണ് അഭിഷേകം പ്രാപിക്കുന്നത്. ഒരു യൗവനക്കാരനുണ്ട് അവിടെ. ഒരു ഞായറാഴ്ച 3 സഭയാണ് നടത്തുന്നത്. ചാണ്ടിഗർ, കുരുക്ഷേത്ര, ഫിറോസ്പൂർ. ഒരു സഭയ്ക്കകത്ത് 280 ആൾക്കാർ. 3 സഭയുടെ എണ്ണം എടുത്തു നോക്കി. എത്ര എടുത്തു നോക്കി? ഒരു സഭയിൽ നിന്ന് അടുത്ത സ്ഥലത്ത് പോകാൻ 4 മണിക്കൂർ യാത്ര. 8 മണിക്കൂർ ആരാധന തുടങ്ങി. 12 മണി അവിടുന്ന് അടുത്തത്, അവിടുന്ന് അടുത്തത്. 8 മണി മുതൽ രാത്രി 12 മണി വരെ ആരാധന. ജനം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അവരുടെ നടക്കുന്ന വിടുതലുകൾ ഭയങ്കര വലുതാണ്. ഏത് രോഗികളെ കൊണ്ടുവന്നാൽ, പാവപ്പെട്ടവരായ ദേവദാസന്മാർ, നമ്മുടെ കൂടെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെയില്ല. അവർ കൈവച്ചാൽ ആ നിമിഷം വിടുതല. ഭൂതമൊക്കെ അലറി മാറുകയാണ്. ആ ദേശത്തിൻ്റെ പ്രമാണിമാർക്ക് ഭയമാണ്. ആമേൻ. മറ്റ് പ്രയാസകരമായ ബില്ലുകളൊന്നും പഞ്ചാബിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ദൈവപ്രവർത്തി കണ്ട് ആ കോളനിയിലും ദേശത്തിലും ഭയമാണ്. അവർ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവരിങ്ങനെയാണ് പറയുന്നത്, അവിടെ തൊട്ടാൽ പറ്റത്തില്ല, അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, ജനത്തെ പിടിച്ചാൽ കിട്ടത്തില്ല, ജനമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നാം ആർക്കുന്നില്ല എങ്കിൽ കല്ലുകൾ ആർക്കുവാൻ തക്കവണ്ണം ഇടയാണ്. ഉപവാസം എടുത്തെടുത്ത് പോകുന്നതിലല്ല, കാലം അതിന്റെ അന്ത്യത്തിലെത്തിയിരിക്കുമ്പോ ഉണർന്നുകൊള്ളുക. ശേഷിപ്പുകളെ സ്തോത്രം, സ്തോത്രം. ഇവിടെ കണ്ണ് തുറന്നു. യഫത, ദൈവോധനം ശ്രദ്ധിക്കുന്നതിന് ഒരു യഫത ആവശ്യമാണ്. അതിൻ്റെ ആ ദൂതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ യഫത ആവശ്യമാണ്. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ അടഞ്ഞിരിക്കുന്ന അനുഭവങ്ങളില്ലേ ജീവിതത്തിൽ? ഒരാരാധനയുടെ ഒരു പരിധിക്ക് അപ്പുറം പോകാൻ കഴിയാത്ത അനുഭവങ്ങളില്ലേ? ഇതൊക്കെ പിശാച് അടച്ചു വെച്ചിരിക്കുന്നു. വേണ്ട രീതിയിൽ കേൾക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളില്ലേ? ഇതേ പദം തന്നെയാണ് ലുദിയയുടെ ജീവിതത്തിൽ. ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു. അപ്പോസ്തലപ്രവൃത്തി 16:14 വായിക്കേണ്ട സമയമില്ല. തൊയ്ത്തേര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നുള്ളതുമായ ലുദിയ എന്ന പേരുള്ള ദൈവഭക്തയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. യഫത, അവളുടെ ഹൃദയം തുറക്കുവാനിടയായി. എഫെസ്യർ 1:18 കൊടുത്തിട്ടുണ്ട്. ആമേൻ. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശയഞ്ഞതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അത് യഫതയാണ്. ഹല്ലേലൂയ. ചെവി തുറക്കപ്പെടുക എന്ന് പറയുമ്പോൾ ദൈവവചനം കേൾക്കുക, വായ തുറക്കുക എന്ന് പറയുമ്പോൾ സാക്ഷ്യം പറയുവാൻ, ഹൃദയം തുറക്കുക എന്ന് പറയുമ്പോൾ രക്ഷ സ്വീകരിക്കുവാൻ, ജീവിതം തുറക്കപ്പെടുക ദൈവരാജ്യത്തിലേക്ക്. ചെവിയും തുറക്കും, വായും തുറക്കും, ഹൃദയവും തുറക്കും. ലാസറിന്റെ ഭവനത്തിൽ തുറക്കുന്ന കല്ലറയും അത് തന്നെയാണ്. സ്വന്തം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് പുറത്തു വരേണ്ടതുണ്ട്, ചിലതിനോട് ചേരേണ്ടതുണ്ട്, ചിലർക്ക് ചിലതിനെ കാണേണ്ടതുണ്ട്. അതില്ലാതെ വണ്ണം അടച്ചു വച്ചിരിക്കുന്നതായ ചില കല്ലുകൾ ഇന്ന് രാത്രി തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പുറത്ത് ഇതെല്ലാ നിലയിലും ദൈവസഭയ്ക്കകത്തൊരു യഫത ആവശ്യമാണ്. പുറത്തോ ദൈവവചനം അതിൻ്റെ നിലയിൽ ഗ്രഹിക്കാതെ വണ്ണം ഹൃദയത്തെ അടച്ച് കുരുടാക്കി ദൈവവചനം പ്രകാശിക്കാതെ വണ്ണം അടച്ചു കളഞ്ഞ അനുഭവമാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ.
അത് ഈ ദിവസങ്ങളിൽ എഫദ തുറന്നു വരുമാറാകട്ടെ. ഒരു നിമിഷം കൂടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെൻ്റെ വാക്കുകളെ ചുരുക്കാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ന് രാത്രി സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് ഭാവിയെ അടച്ചുവെച്ച വിഷയങ്ങൾ, വിദ്യാഭ്യാസത്തെ അടച്ചുവെച്ച വിഷയങ്ങൾ, ഏതെങ്കിലും വിഷയത്തിൻ്റെ മേൽ ആമേൻ അത് തുറന്നു വരേണ്ടതുണ്ടെങ്കിൽ, ചില ആത്മാക്കൾ വിടുവിക്കപ്പെട്ട് തുറന്നു വരേണ്ടതുണ്ടെങ്കിൽ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ചിലത് തുറന്നു വരട്ടെ. ഓ റബല ശാന്തന രഗതന വൈഡമനക ശസിയ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ചിലത് തുറന്നു വരട്ടെ. ചിലത് ഓപ്പൺ ആകട്ടെ. ഭൂതം വരാ ബലം വരാ ദീപ അന്തം ചല വീത ഘടകത്രിയാര. കൃപ 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 കൃപ. രക്തം ജയം രക്തം ജയം രക്തം ജയം. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു ജയമെടുക്കുന്നു. അടകച്ചാല വൈടക്കെട്ട ദീപപ്പെട്ട ദേവാനാഥ വൈഡാമാന വൈഡാമാന. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ബി ഓപ്പൺ ബി ഓപ്പൺ. തുറന്നു വരട്ടെ. അടഞ്ഞത് തുറന്നു വരട്ടെ. ശത്രു പിടിച്ചു വെച്ച കല്ലുകൾ തുറന്നു വരട്ടെ. രക്തം ജയം രക്തം ജയം രക്തം ജയം. ഊടവലവ ശാന്തനരകതനമൂട അധാന ഘടിക തേവര വൈദവരക ശസ്യ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലത് തുറക്കുമാറാകട്ടെ. കുഷ്ഠരോഗിയായ നയമാൻ എലീശായുടെ അടുക്കൽ വരും. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ കർത്താവ് 7 കാര്യം ചെയ്തു. ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. കാനാവിലെ കല്യാണ ഭവനത്തിൽ വീഞ്ഞു വരട്ടെ. പോരെ, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ. ഇതെല്ലാം ഒരു ഡിസോർഡറായിട്ട് തോന്നും. പക്ഷേ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സക്സസ് ആയിരിക്കും. കാരണം എന്നറിയാമോ? കർത്താവാണോ പറഞ്ഞത്? ചില വിഷയങ്ങൾ ഇച്ചിരി താമസിക്കുന്നു എന്ന് തോന്നുന്നു. ഇസ്രായേൽ ജനത്തെ ചുറ്റി ചുറ്റി നടത്തി ഏത് ഭാഗമെടുത്താലും, പക്ഷെ അതിൻ്റെ എൻഡ് എപ്പോഴും നന്നായിരിക്കും. നീ കാത്തിരിക്കുക, നീ കാത്തിരിക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ അത് കൈവിട്ടു പോകത്തില്ല. ആ പക്ഷി നിന്റെ അടുത്ത് വളരേണ്ടതാണ്. ആ പക്ഷി നിന്റെ കൂട്ടിൽ വളരേണ്ടതാണ്. അത് നിന്നെ വിട്ട് പറന്നു പോകത്തില്ല. അത് നിന്നെ വിട്ട് പറന്നു പോകത്തില്ല. ആ കുഞ്ഞ് നിന്റെ ഒക്കത്ത് വളരേണ്ടതാണ്. നിന്റെ ചൂട് കൊണ്ട് വളരേണ്ടതാണ്. പക്ഷെ നീ ഉറങ്ങിയപ്പോൾ അതിനെ അപകരിച്ചുകൊണ്ടുപോയി. സ്തോത്രം. എന്റേത് എന്റേത് എന്ന് പറയുമ്പോൾ ശലോമോനിലും വലിയവൻ വിധിക്കുന്നു. അതിന്റെ യഥാർത്ഥ ഉടമയാരെന്ന് പറഞ്ഞ് വിധിക്കുന്നു. നിനക്ക് അവകാശപ്പെട്ടത്, നിന്റെ അടുത്ത് വളരേണ്ടത്, നിന്നെ കാണേണ്ടതിന് ശത്രു അപകരിച്ചുകൊണ്ട് പോകുമ്പോൾ പോകും. ചിലതിനെ അകറ്റി നിർത്തും, ചിലതിനെ മാറ്റി നിർത്തും. എന്താ സംഭവിക്കുന്നറിയാമോ? യജമാനേ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്, വേറൊരു വിത്ത് വിതച്ചിട്ടില്ല. അതിന് ഉത്തരം അവർക്കില്ല. ഇതിനെ വെട്ടിക്കളയട്ടെ, അതിനും ഉത്തരമില്ല. വെയിറ്റ്, ഒന്നും ചെയ്യരുത്. സ്തോത്രം, ഒന്നും ചെയ്യരുത്. ഇതെങ്ങനെ സംഭവിച്ചു? എല്ലാത്തിനും ഉത്തരം യജമാനൻ പറയുന്നു കേട്ടോ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ശത്രുക്കള വിതയ്ക്കുവാനിടയായി. ഉണ്ടോ? ഉറങ്ങണ്ട എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കൃത്യമായി എത്ര സമയം പ്രാർത്ഥിക്കണം എന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കും. അടച്ചുകെട്ടി കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ ആമി ഇടിച്ചു കയറി അകത്തു വന്നു നിനക്കുള്ളതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പൈശാചിക പദ്ധതി വെളിപ്പെടാതിരിപ്പാൻ, യേശുവിൻ നാമത്തിൽ എണ്ണത്തിൽ കുറഞ്ഞു പോകാതിരിപ്പാൻ, അടകത്താല വൈദിക്കെട്ട റൂവച്ചട്ട മാരവട്ട റിവനച്ചാല വൈദിവട്ടി റൂപനകത്തി അമ്പിരത്തി ജപനത്താരി വൈദകട്ടി എണ്ണത്തിൽ കുറയാതിരിപ്പാ. കുറെ കഷ്ടപ്പെട്ടിട്ട് പിന്നത്തേതിൽ ഒരു പ്രയോജനമില്ലാതെ പോകാതിരിപ്പാ.
അധ്വാനത്തിന്റെ ഫലം നീ തിന്നുവാൻ, നിന്റെ കഷ്ടപ്പാടിന്റെ ഫലം നീ തിന്നുവാൻ. രക്ഷസി വട്ടമിട്ട് പറന്നു കിടക്കുന്ന കഴുകൻ കണ്ണുകളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുന്നു. എന്താ പിഴുതു കളയണ്ടെന്ന് പറഞ്ഞത്? കളയല്ലേ, അങ്ങ് പിഴുതുകള. നിനക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. ശരിയായി നട്ടതിൻ്റെ വേരും കളയുടെ വേരും തമ്മിൽ പിണഞ്ഞു കിടക്കുക. പുറത്തിത് കാണാൻ കഴിയുന്നില്ല. പുറത്തറിയാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ, പുറത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ അകത്ത് പിണഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളാണ്. ഒന്നിനെ ഇളക്കിയാൽ മറ്റതും കൂടെ ഇളകി വരും, തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ കൂടാരത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നു. രക്തം ജയം, യേശുവിൻ നാമത്തിൽ ഒരുപാട് സംഭവങ്ങൾ സഭകളോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില വിഷയങ്ങളൊക്കെ ഒരു പ്രവാചകന്റെ മുമ്പിലും വെളിപ്പെടത്തില്ല, ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇതതിൻ്റെ അന്ത്യത്തിലെത്തി വല്ലാത്ത നിലയിൽ പൊട്ടി മാറുമ്പോൾ അയ്യോ എന്ന് വിളിച്ച് ചില സംഭവങ്ങൾ മുമ്പിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം വന്നതിന് ശേഷം പ്രാർത്ഥിക്കുകയല്ല. ഹാഗാർ പ്രാർത്ഥിച്ചതുപോലെ ഹാഗാറിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് മരിച്ചിട്ടില്ല. ഒരു മരണത്തിന്റെ പ്രാർത്ഥനയുടെ ആവശ്യവുമില്ല. ഹാഗാർ പ്രാർത്ഥിക്കുന്നു, ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട. മരിച്ചിട്ടില്ല, പക്ഷെ ഇതിൻ്റെ മരണം എനിക്ക് കാണണ്ട. പ്രാർത്ഥിപ്പാൻ കഴിയുമോ? പത്രത്തെ വായിച്ചതുപോലൊന്ന് എൻ്റെ ഭവനത്തിൽ വരരുതേ, അപ്പുറത്ത് സംഭവിച്ചതുപോലൊന്ന് എൻ്റെ കൂടാരത്തിൽ വരരുതേ. കഴിഞ്ഞ നാളിൽ കൊണ്ടുവന്ന ആത്മീയ ജീവിതം തകർന്നു പോകരുതേ. വന്നിട്ട് പ്രാർത്ഥിക്കുവാനല്ല, വരുന്നതിന് മുമ്പ് നിന്നെ ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോ. ചിലർ വിചാരിക്കുന്ന ഈ പത്രവാർത്തയും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ കാണുന്നത് കണ്ട് ചുമ്മാ സംസാരിച്ച് ഡിസ്കസ് ചെയ്തൊക്കെ വിടുകയാണ്. ദൈവമക്കളെ കുറിച്ച് അങ്ങനെയല്ല കേട്ടോ. ദൈവമക്കളെ വളരെ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവെ വിചാരിക്കുന്നത്, ഒരു ദൈവദാസൻ വന്ന് പറയുന്ന ആ വചനത്തിൽ കൂടെ മാത്രമാണ് ദൈവിക കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നത് എന്നല്ല. അത് ഒരു വഴിയാണ്. രണ്ടാമത് പോകുന്ന ഇടങ്ങളിൽ ചിലത് കാണിച്ച്, ചില ഭവനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കാണിച്ച് അതൊക്കെ പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കാനും പറയുന്ന കാര്യങ്ങളാണ്. വല്ലതും കണ്ട് വല്ല രാഷ്ട്രീയവും പറഞ്ഞു പോകാനല്ല. ഭക്തന്മാരെ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് യിരെമ്യാവിനോട് ഒരുപാട് ദൂത് പറഞ്ഞിട്ടും നീ കുശവന്റെ ഭവനത്തിൽ പോകാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതങ്ങ് പറഞ്ഞാൽ പോലെ ആ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ ചെയ്തത്. എന്നാൽ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ദൈവാത്മാവ് ഇടപെടുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ, ദൈവാത്മാവ് കൊണ്ടുപോകുന്നത് ഗ്രഹിപ്പാൻ കഴിയാതെ, അതെല്ലാം അലക്ഷ്യമായി തട്ടിക്കളയുന്ന ഒരു വ്യക്തിയോട് ദൈവം ഒരിക്കലും പിന്നീട് സംസാരിക്കുകയില്ല. എന്നാൽ ദൈവം പറയുന്നതിനെ ഗ്രഹിക്കുവാനും ദൈവം കൊടുക്കുന്നത് ഭക്ഷിക്കുവാനും മനസ്സ് വെക്കുന്നവരോട് അവൻ നിരന്തരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കും. എൻ്റെ വാക്കുകൾ എന്ന് ചുരുക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ദൂതിൻ്റെ മുമ്പിൽ, ദൈവസഭയുടെ മുമ്പിൽ ചില ഹൃദയങ്ങൾ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടട്ടെ. ലുദിയായുടെ ഹൃദയം തുറന്ന് സ്നാനപ്പെട്ടതുപോലെ, ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ചിലരുടെ ഹൃദയത്തെ ചില സ്നാനങ്ങൾ നടക്കട്ടെ. അടഞ്ഞ വഴികൾ യേശുവിൻ നാമത്തിൽ ചില വഴികൾ തുറന്നു വരട്ടെ. തലമുറകളുടെ മുമ്പിൽ കർത്താവ് പറഞ്ഞ ആ പദം ഞാൻ ഉപയോഗിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ഭാവി ദൈവം തുറന്നു വരട്ടെ. സ്തോത്രം. വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഹൃദയ ദൃഷ്ടികളെ കർത്താവ് തുറന്നു തരട്ടെ. സ്തോത്രം. ആ നിലയിൽ ഒരു വലിയ ആശ്വാസം. അവനെല്ലാം നന്നായി ചെയ്യും. അവൻ്റെ മക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും എങ്ങനെയെങ്കിലും ചെയ്യാനല്ല, എങ്ങനെയെങ്കിലും അല്ല. കർത്താവേ, അതിനകത്തൊരു പെർഫെക്ഷൻ നീ തരണമേ. ഒരു വ്യത്യസ്തനായിട്ടിരിക്കട്ടെ. പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ വ്യത്യസ്തനായിട്ടിരിക്കട്ടെ.
രക്തബന്ധങ്ങളുടെ ഇടയിൽ നീ വ്യത്യസ്തനായിട്ടിരിക്കട്ടെ. ഒരു ക്വാളിറ്റി കർത്താവ് നമുക്ക് തരും. ആർക്ക് ആഗ്രഹിക്കുന്നവർക്ക്, ആർക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്. ഒന്നും കാണുന്നില്ല എങ്കിൽ ഒന്നും ഒരിക്കലും കാണത്തില്ല. എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് തരിക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ ഇന്ന് രാത്രി കാലം നമ്മുടെ മധ്യയിൽ അറിയിപ്പാൻ കർത്താവിനാൽ അയക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് വർഗീസിനുള്ള നന്ദി സഭയുടെ പേരിൽ ഇപ്പോഴും അറിയിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവനെല്ലാം നന്നായി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നന്നായി ചെയ്യുന്ന ദൈവമാണ്. അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഒരു നല്ലത് എന്ന് തോന്നത്തക്കവണ്ണമുള്ളത് പലതുമല്ല തുടക്കത്തിൽ കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ. അവന് ചെവിയിൽ വിരലിട്ടു, അവനെ തുപ്പി, അവനെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മറ്റ് പുറത്തേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. പല കാര്യങ്ങൾ നമുക്ക് നല്ലത് എന്ന് തോന്നാത്ത വിധത്തിലാണ് ചെയ്തത്. എന്നാൽ ഹല്ലേലൂയ അതിൻ്റെ പരിണതഫലം ഏറ്റവും നല്ലതായിരുന്നു. യഫദ എന്ന വാക്ക് ഹാലിൽ പറഞ്ഞുകൊണ്ട് അവൻ്റെ ചെവിയെ തുറന്നു, അവൻ്റെ നാവിനെ തുറന്നു. ഹല്ലേലൂയ. അവൻ്റെ നാവിൽ തൊട്ടു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ കർത്താവ് പലതും നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അവൻ്റെ തലമേൽ കൈവയ്ക്കണമെന്നുള്ള കാര്യം പറഞ്ഞാണ് അവർ വന്നത് എങ്കിലും കർത്താവ് അവർ വിചാരിച്ചതുപോലെ ഒന്നുമല്ല അത് ചെയ്തത്. വ്യത്യസ്തമായ നിലയിൽ കർത്താവിൻ്റെ ആത്മാവ് തന്നെ തോന്നിപ്പിച്ചതുപോലെ ചില വ്യത്യസ്തമായ തുപ്പുവാനും ചെവിയിൽ വിരലിടുവാനും നാവിൽ തൊടുവാനും ഒക്കെ ഇടയായ സംഭവമാണ് അവിടെ കാണുന്നത്. എന്നാൽ അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് അവൻ്റെ ബന്ധനങ്ങളെ ദൈവം അഴിപ്പാനിടയായി. ഇന്ന് രാത്രിയിൽ യഫദ നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവം, കല്ലറകളെ തുറക്കുന്ന ദൈവം, ഹൃദയം, ലുദിയുടെ ഹൃദയം തുറന്ന കർത്താവ്, അടഞ്ഞിരിക്കുന്ന പല വാതിലുകളും തുറക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി കരങ്ങളെടുത്തല്ലോ. തന്റെ ശുശ്രൂഷകളെല്ലാം ദൈവം മാനിപ്പാൻ, അനുഗ്രഹിപ്പാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഉപസിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിപ്പാൻ, അവരുടെ ജീവിതത്തിൽ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും പകരേണ്ടതിനായി പ്രാർത്ഥിക്കാം. നാളത്തെ സഭായോഗത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്മാരെ ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ, എല്ലാ വിടുതലും അനുഗ്രഹവും ദൈവം നമ്മുടെ മധ്യം പകരുവാൻ, കടന്നു വരുന്നവർ അനുഗ്രഹത്തോടെ വിടുതലോടെ കടന്നു പോകുവാൻ, തിരുമേശ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി ചില വിടുതലുകൾ തന്നു എന്ന് പറയത്തക്കവണ്ണം കർത്താവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചിരിക്കാൻ കരമുയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ദൈവസഭയിലെ ദേശത്ത് വലിയ വിടുതലുകൾ അയച്ചിട്ടുണ്ട്. കർത്താവ് തന്റെ ദാസന്മാരെ പലരെയും അയച്ച് നമുക്ക് തന്ന വചനങ്ങള് അത്ഭുതകരമായ ചില വിടുതലിന് കാരണമായിട്ടുണ്ട്. അന്ധകാര ശക്തികളുടെ മേൽ ദൈവം നമുക്ക് ജയം തന്നിട്ടുണ്ട്. സഭയ്ക്കെതിരായി ബാധിച്ചു നിൽക്കുന്ന ഇരുളിന്റെ ശക്തികളുടെ മേല് ദൈവം വലിയ വിടുതൽ നാടുകളിൽ അയക്കും. ആ വലിയ വിശ്വാസത്തോടെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നാം എല്ലാം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ ജോസഫ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് വശമായ സംവിധാനമേ നല്ല രാത്രിക്കായിട്ട് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയുടെ കർത്താവിൻ്റെ പാതപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് രാത്രിക്കാലം വളരെ പ്രത്യാശയോടെ അടുത്ത് വരണം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേൾക്കപ്പെട്ടതായ ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങെല്ലാം തൻ്റെതായ സമയത്ത് കർത്താവെ എല്ലാം നല്ലതും ഭംഗിയായി ചെയ്യുന്ന ദൈവമാണെന്ന് രാത്രി കേൾപ്പാനിടയായല്ലോ. തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവമാണെന്ന് രാത്രി കേൾപ്പാനിടയായല്ലോ. സ്തോത്രത്തിൻ്റെ ദർശനം ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ ഭൗതിക വിഷയങ്ങൾ മാത്രമല്ല ഈ ദിവസങ്ങളിൽ എന്ന് കേട്ടതുപോലെ ദൈവവചനം പഠിക്കുന്നതിൽ, ദൈവവചനം ശ്രദ്ധിക്കുന്നതിന്, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ആ അനുഭവങ്ങളിലൊക്കെ തന്നെ ഒരു യഫദയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്ര ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ഏറ്റവും അടുത്തിരിപ്പാനായിട്ട് സ്തോത്ര ഹല്ലേലൂയ ഞങ്ങളെ തന്നെ അന്ന് ഹല്ലേലൂയ ശോധന ചെയ്ത്
ഹല്ലേലൂയ ദൈവത്തിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണത്തോടെ അല്ലെങ്കിൽ ഹല്ലേലൂയ ആ ഒരു വിശുദ്ധിയുള്ള അനുഭവത്തോടെ ആയിരിക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹത്വം ഞങ്ങളുടെ മേലെ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവം ശുശ്രൂഷ തൻ്റെ ദാസൻ തോമസ് വർഗീസിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തനിക്ക് നൽകിയിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റവും ഭംഗിയായി ചെയ്യാൻ തക്കണ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ ദൈവസഭയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാ ദൈവജനത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ. കഴിഞ്ഞ 3 ദിവസങ്ങൾ കേട്ടതായ ദൈവത്തിൻ്റെ ശബ്ദം കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സംഗ്രഹിക്കാനായിട്ട് വചനപ്രകാരം ജീവിക്കാനായിട്ട് എല്ലാ ജീവിതങ്ങളെ കർത്താവ് ഈ ദിവസങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ നാളെ നടക്കേണ്ട വിശ്വസ്തമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ഒരുക്കത്തോടെ കടന്നു വരുവാനായിട്ട് കർത്താവെ ദൈവജനത്തെ അങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ തേങ്കൊച്ചി ഭാഷയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ദാസനെ കുടുംബമായി സഹായിക്കുമാറാകണമേ. ജോബി ഭാഷയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കുടുംബമായി കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവ് ദാസനെ ഏറിയ സൗഖ്യവും വിടുതലും ആശ്വാസം കർത്താവ് കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. പട്ടണത്തിന് നടുവിൽ കർത്താവെ ദൈവസഭയായിരിക്കുമ്പോൾ ഈ ദേശത്ത് കരയുവാനായിട്ട് ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ ഈ പട്ടണത്തിൻ്റെ നടുവിൽ മലമേനിക്ക് നിർമ്മണം പോലെ ശോഭിപ്പാനായിട്ട് അനേകർ ആശ്വാസത്തിനായിട്ട് ദൈവത്തെ കണ്ടെത്തുവാനൊക്കെ ആയിട്ട് ഈ സഭയിൽ കടന്നു വരാൻ തക്കണം കർത്താവ് ഈ ദിവസങ്ങളിൽ അപ്രകാരം ഈ സഭ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സമയം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിച്ച് വഴിനടന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഉപസിച്ച എല്ലാ ദൈവമക്കളോടും ദൈവസഭയോടും ഇന്ന് മുതൽ നീക്കുന്ന രാത്രിയിൽ വചനം ശ്രമിച്ച കർത്താവിൻ ദാസനോടും ഇന്ന് മുതൽ നീക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മാന്ത്രം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, നാളെ സൺഡേ സ്കൂള്, നാളെ സഭായോഗം കൃത്യസമയത്ത് ഉണ്ടായിരിക്കും. സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കും. കർത്താവിൻ ദാസൻ പാസ്റ്റർ ജി ജെ അലക്സാണ്ടർ നമ്മുടെ മധ്യയിൽ നാളെ കടന്നു വരും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.